ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഞാനിത് ചിക്കൻ്റെ കൂടെയാണ് സെർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബാസ്മതി റൈസ് അല്ലാന്നുണ്ടെങ്കിൽ സെല്ല റൈസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ അരി നമുക്കൊന്ന് 3-4 പ്രാവശ്യം നന്നായി കഴുകിയിട്ട് നമുക്കൊരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കാം. അപ്പം ബാസ്മതി റൈസ് ആയതുകൊണ്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. സെല്ല റൈസ് ആണെങ്കിൽ 3/4 മണിക്കൂർ തൊട്ടിട്ട് 1 മണിക്കൂർ വരെ കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് ചിക്കൻ്റെ മാരിനേഷൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാറിൽ ഒരു ചെറിയ സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി ഒരു 2 ചെറിയ കഷ്ണം, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്തൂരി മസാല. തന്തൂരി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ നമുക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉപയോഗിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. തന്തൂരി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 3/4 ടീസ്പൂൺ വരെ ഗരം മസാല ചേർക്കാം. പിന്നെ ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. ഇതെല്ലാം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കനിലോട്ടൊന്ന് പുരട്ടി വയ്ക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 3 ചിക്കൻ്റെ തൈസ്, അപ്പം 3 എണ്ണം എടുത്തേക്കുന്നത്. വെയിറ്റ് എന്ന് പറയുമ്പോൾ 650 ഗ്രാം വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 കപ്പ് റൈസിന് 3 തുടയുടെ ഭാഗം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മൾ മീനൊക്കെ വരഞ്ഞു കൊടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എല്ലാ പീസും നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേച്ച് പിടിപ്പിക്കുമ്പം എല്ലാ പീസിൻ്റെ ഇടയിലും നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്ന ഇടയിലൊക്കെ നന്നായിട്ട് മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 30 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മിനിമം 30 മിനിറ്റ് വെക്കണം. 1 മണിക്കൂറും അതിൽ കൂടുതലൊക്കെ വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പക്ഷെ നമുക്ക് മിനിമം 30 മിനിറ്റെങ്കിലും വെക്കാം. അപ്പം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പം ഞാനൊരു ചിക്കൻ 30 മിനിറ്റ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാണ്ട് നോക്കുക, ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ എടുക്കുക. ഞാൻ ഈ ഓയിലിലോട്ട് നമുക്കിനി ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു മീഡിയം ടു ഹൈ ഹീറ്റിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. തീ ഒട്ടും കുറഞ്ഞു പോകരുത്, നല്ല ചൂടുണ്ടായിരിക്കണം. ഞാൻ ചിക്കൻ ഇട്ടിട്ട് നമുക്കൊരു 4 to 5 മിനിറ്റ് നമുക്ക് നല്ല ഫ്ലെയിമിൽ ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പം 4 മിനിറ്റായി. ഞാൻ ചിക്കൻ ഒന്ന് മറിച്ചിടുവാണ്. ഇനി ഇതേ ഭാഗവും നമുക്ക് 4 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റായി. ഞാൻ ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇടയിലൊന്ന് മറിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഇടയിൽ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ചിക്കൻ ഓരോ ഭാഗത്തും ഇപ്പം മൊത്തം 20 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ചിക്കൻ. നമ്മൾക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ നമ്മുടെ ചിക്കൻ പീസും നമുക്ക് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 സ്റ്റൗവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം തന്നെ അടുത്ത സ്റ്റൗവിൽ നമുക്ക് റൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു സ്റ്റൗവിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ചെയ്തിട്ട് റൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൗവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചിക്കൻ ചെയ്യണം. റൈസ് എപ്പോഴും ലാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. റൈസ് എപ്പോഴും നല്ല ചൂടോടെ ഇരിക്കണം. നമുക്കിനി റൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് റൈസിലോട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ മസാല ഞാൻ ഇപ്പോൾ ഒരു കിഴി കെട്ടിയിട്ടാണ് ഇടുന്നത്. ഇടയ്ക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കിഴി കെട്ടിയിടുന്നത്. കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കിയ ഒരു തുണിയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഇതിൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലി മുഴുവനായിട്ടുള്ള മല്ലിയാണ്. പിന്നെ ജീരകം, നമ്മൾ സാധാരണ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ പെരുംജീരകം 1/2 ടേബിൾ സ്പൂൺ, പിന്നെ കറുവപ്പട്ട ഒരു 2 ചെറിയ കഷ്ണം, ബേ ലീഫ് 3 ചെറുത്, പിന്നെ ഗ്രാമ്പു ഒരു 10 എണ്ണം, തക്കോലം ഒരു വലുത് എടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്ക ഒരു 6 ഏലക്ക, അത് ഞാനൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈഡ് ലെമൺ, ഉണങ്ങിയ നാരങ്ങ, ഇതൊന്ന് കഴുകിയിട്ട് ഒരു നാരങ്ങ. നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് കൂട്ടി ഒരു കിഴി കെട്ടാം. അപ്പോൾ കിഴി കെട്ടുമ്പോൾ ഒരു ലൂസായിട്ടുള്ളൊരു കിഴി കെട്ടാം. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാനിൽ
ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതിയാവും. അപ്പോൾ അതിനകത്തോട്ട് ഒരു ചെറിയ ക്യാരറ്റ് വളരെ നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുവാണ്. ആണെങ്കിൽ ഒരു 1/2 കപ്പ് ക്യാരറ്റോളം വരും. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ്, അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് 1/2 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഒരുപാട് അങ്ങനെ മൂത്ത് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയോ. അപ്പോൾ അതിനകത്തോട്ട് 1/2 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഓയിലിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള, ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് വെന്താൽ മതിയാവും. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഞാൻ 3.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചേക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി നമുക്ക് നമ്മുടെ മസാലയുടെ കിഴി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ വിനീഗർ ചേർത്താലും മതിയാവും. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി, ഒരു 1/2 തക്കാളി നമുക്ക് മുറിച്ച് ചേർക്കാം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു 4 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് മുറിക്കാതെയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എരിവൊന്നും വരില്ല, പക്ഷേ പച്ചമുളകിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ചേർക്കുന്നത്. 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഹൈ ഹീറ്റിൽ തിളപ്പിക്കാൻ പാടില്ല. ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ നമുക്ക് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കിഴിയിൽ നിന്ന് ഈ മസാലയുടെ ഫ്ലേവേഴ്സ് എല്ലാം വെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പതിയെ തിളപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മുടെ ഊറ്റി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ. ഇടയിൽ ഒരു 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ തട്ടിപ്പൊത്തി വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റെഡ് ഫുഡ് കളർ. അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ഒട്ടും ആവശ്യമില്ല. ഞാനിത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുമ്പം അത് ചേർക്കണമെന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പം ഇതെല്ലാം ചേർത്ത് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഒന്ന് വേവിക്കാൻ. അപ്പോൾ ലോ ഹീറ്റിൽ ഒരു 5 മിനിറ്റ്. ഇപ്പം തീയിലാന്നുണ്ടെങ്കിൽ ലോ ഹീറ്റിൽ, ഇതേപോലെ ഹീറ്ററിലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അതേ ചൂടിൽ ഇങ്ങനെ വെച്ചാൽ മതിയാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പം ചോറൊന്നും ഉടയാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് നമ്മളെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കിഴി നമുക്ക് എടുത്ത് മാറ്റാം. നമുക്കിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ റൈസ് ഞാനിപ്പോൾ ചിക്കൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ മാത്രം ആവണമെന്നില്ല, നമുക്ക് വെജ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സോയ 65 ആക്കിയിട്ട്, അല്ലെങ്കിൽ മഷ്റൂം ആക്കിയിട്ട്, അല്ലെങ്കിൽ ഗോബി 65 ഇതെല്ലാം ആക്കിയിട്ട് നമുക്ക് ഈ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗീ റൈസിന് പകരവും ഈ റൈസ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മുന്തിരിയും കൂടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊരു മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻസിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.